പുതിയ വർഷമല്ലേ, എന്നാൽ പിന്നെ പുതിയ ബിസിനസ്സൊക്കെ ഈ വർഷം അങ്ങ് തുടങ്ങിയേക്കാന്ന് വിചാരിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് അറിഞ്ഞിരിക്കണം. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊക്കെ ബിസിനസ്സിനെ കുറിച്ച് നന്നായി പഠിക്കും. എന്ത് പ്രൊഡക്റ്റ് നമുക്ക് സെല് ചെയ്യണം, അതിൻ്റെ കാര്യങ്ങൾ ഫുള്ളും നമ്മൾ പഠിക്കും. അത് ഏത് ഹോൾസെയിലറെ കണ്ടുപിടിക്കണം, ഷിപ്പിംഗ് ആരെ വെച്ച് ചെയ്യണം, പിന്നെ അതേപോലെ പാക്കിംഗ് മെറ്റീരിയൽസ് എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരുപാട് ബിസിനസ്സിൻ്റെ ആ ചുറ്റുപാടുള്ള ഇപ്പം ഞാൻ ജ്വല്ലറി ബിസിനസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ ജ്വല്ലറിയിൽ എന്തൊക്കെ തരത്തിലുള്ള ജ്വല്ലറി ഉണ്ട്, ഏതാണ് കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ജ്വല്ലറി, ഇതെല്ലാം ഞാൻ പഠിക്കും. പക്ഷേ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊരു ഓൺലൈൻ ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, ആൻഡ് ഇഫ് യു ആർ നോട്ട് ആൻ ഇൻഫ്ലുവൻസർ, നമ്മൾ ആദ്യം പഠിക്കേണ്ടത് കണ്ടന്റ് ക്രിയേഷനാണ്. ഇൻസ്റ്റഗ്രാമിൽ എങ്ങനെ നല്ലൊരു റീൽസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ എങ്ങനെ നല്ല എഡിറ്റിംഗ് ചെയ്യാം, ഇങ്ങനെ കണ്ടന്റ്സ് ഉണ്ടാക്കാൻ പഠിക്കുന്നതാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. 2025 ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആളെന്ന നിലയിൽ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റിയ ഏറ്റവും വലിയ ഉപദേശം ഇത് തന്നെയാണ്. പിന്നെ നമ്മൾ ഡേ 1 ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. നമ്മളൊരു സാധാരണക്കാരനാണെങ്കിൽ നമുക്ക് ഡേ 2 ഓർഡർ കിട്ടണമെന്നില്ല. നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ കുറച്ച് പേര് നമുക്ക് ഓർഡർ തരുമായിരിക്കും, പക്ഷെ അവരെല്ലാ ദിവസവും ഓർഡർ തരുമോ? ഇല്ല. അപ്പോൾ നിരാശപ്പെടരുത്. നമ്മൾ കുറച്ചൊരു ക്ഷമയോടെ കാത്തിരിക്കേണ്ടതായിട്ട് വരും നമുക്കൊരു ഉയർച്ച ഉണ്ടാകുന്നതിന് വേണ്ടി. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ആകെയുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ എടുത്ത് നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, നിങ്ങൾ അത്ര റിസ്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളൊന്നും കൂടെ ഒന്ന് ആലോചിക്കണം എന്നേ ഞാൻ പറയുള്ളൂ. അല്ലാതെ എല്ലാവരും ഓടിവാ നമുക്ക് എല്ലാവർക്കും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് എല്ലാവരും നിരാശപ്പെട്ട് ഇരിക്കാൻ പാടില്ല.